ഇനി എന്റെ ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അതുപോലെ എന്റെ പെങ്ങളെ, നിങ്ങളോട് ഞാനൊരു വിഷയം പറയട്ടെ. ലോകസുന്ദരനായ ഒരാളാണല്ലോ സയ്യിദുനാ യൂസുഫ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സൗന്ദര്യത്തിന്റെ നിറകുടായിരുന്നു എന്നാ യൂസുഫ് നബിന്റെ ചരിത്രം സൂറത്ത് യൂസുഫിൽ വളരെ വിശാലമായിട്ട് പറയുന്നുണ്ട്. ഓരോ ഉമ്മമാരും ശ്രദ്ധിക്കണം. ഒരു നല്ല ചെറുപ്പക്കാരനെ കാണുമ്പോ, സൗന്ദര്യമുള്ള യുവാവിനെ കാണുമ്പോ അവനെ കിട്ടിയെങ്കിൽ തിരക്കേടില്ല എന്ന് ചിന്തിക്കല്ലേ ഉമ്മ. നിങ്ങൾക്ക് ഹലാലാക്കിയ പ്രിയപ്പെട്ട ഭർത്താവ് മതി നിങ്ങൾക്കെന്ന് മുഹമ്മദ് മുസ്തഫ. അതുപോലെ പെണ്ണ് ചെറുപ്പക്കാരാ, സ്വന്തം ഭാര്യയുണ്ട്, പക്ഷേ അന്യ പെണ്ണിനെ നോക്കിയിട്ട് അവളെത്ര സൗന്ദര്യവതി എന്ന് പറഞ്ഞിട്ട് അവളെ രസം നോക്കിയിട്ട് ദിവസങ്ങൾ തള്ളി നീക്കല്ലേ നബിയുനാ മുഹമ്മദ് മുസ്തഫ. മഹാനായ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. ഇവിടെയൊക്കെ യൂസുഫ് നബിയെ നമ്മൾ ഓർക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടുന്ന് കിണറിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അങ്ങാടിയിൽ നിന്ന് ലേലം വിളിച്ചിട്ട് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് കൊട്ടാരത്തിൽ വളർത്തിക്കൊണ്ടുവരുമ്പോ അവിടെ ഒരു രംഗം നടന്നു. അത് സൂറത്ത് യൂസുഫിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നെ പറഞ്ഞതെന്നറിയോ? ആ കൊട്ടാരത്തിൽ അസീസ് രാജാവ് അവിടുന്ന് തന്റെ ഭരണത്തിന് വേണ്ടി രാവിലെ പുറപ്പെടുകയാണ്. പിന്നെ വീട്ടിലുള്ളത് സുലൈഖ എന്ന പ്രിയമതിയാണ്. ആ ഭാര്യ അവിടുന്ന് വീട്ടിലുള്ളപ്പോ പിന്നെ വീട്ടിലുള്ളവരാരാണ്? സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബിയാണ് വീട്ടിലുള്ളത്. വീട്ടിലുള്ള യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവിടുന്ന് ആ സുലൈഖ എന്ന പെണ്ണെന്താ പറഞ്ഞതെന്നറിയോ? അല്ലാഹു ഖുർആൻ വിശദീകരിക്കുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وراودته التي هو في بيتها عن نفسه. യൂസുഫ് നബി ആരുടെ വീട്ടിലാണോ ആ വീട്ടിലുള്ള പെണ്ണ് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടുന്ന് പരിശ്രമിച്ചിട്ട് വശത്തിൽപ്പെടുത്താൻ വേണ്ടി, തന്റെ കൈവശപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാം? വഗല്ലഖത്തിൽ അബ്വാബ്. സുലൈഖ അവിടുന്ന് കൊട്ടാരത്തിന്റെ വാതിലുകൾ അങ്ങ് അടച്ചു കളഞ്ഞു. വാതിലുകളെല്ലാം അടച്ചു. എന്നിട്ട് താക്കോൽ ആരെ കയ്യിൽ വെച്ചു? ആരെ കയ്യിൽ വെച്ചു പറ? സുലൈഖയുടെ കയ്യിൽ പിടിച്ചു. യൂസുഫ് നബി അവിടെ നിന്നിങ്ങോട്ട് രക്ഷപ്പെടാൻ എന്ത് മാർഗമെന്ന് നോക്കുമ്പോ യൂസുഫ് നബിക്ക് വാതിൽ തുറക്കാൻ വേണ്ടി ഒരു താക്കോല് യൂസുഫ് നബി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ വിശദീകരണം കൊടുത്ത മഹാന്മാര് പറയുന്നതായിട്ട് കാണാം. യൂസുഫ് നബി ആ സുലൈഖയുടെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതെന്താ? ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയപ്പോ വാതിലങ്ങ് തുറന്നു എന്നാണ് ചരിത്രം കാണുന്നത്. എന്നാൽ ഖുർആൻ പറയുകയാ, വാതിലടച്ചിട്ട് ആ സുലൈഖ അവിടെ നിന്ന് വിളിച്ചു, വഖാലത്ത് ഹൈതലക്, നീ എന്റെ അടുത്തേക്ക് വാ. ഉടനെ യൂസുഫ് നബി പറഞ്ഞു, ഖാല മആദല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ ശരണം പ്രാപിക്കുന്നു. അല്ലാഹു അല്ലാത്ത ശിക്ഷയുടെ ആ ഒരു കഠിനമായ വേദന എന്നിൽ അടിച്ചുവിടും, അതുകൊണ്ട് വേണ്ട. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ, അവൻ എന്റെ താമസം ക്ഷേമമാക്കിയവനാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനായ യൂസുഫ് നബി പറഞ്ഞതെന്താ? ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമം പ്രവർത്തിക്കുന്നവർ വിജയിക്കുകയില്ല. പിന്നെയോ വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ, യൂസുഫ് നബിയോട് ആർക്ക് പ്രേമം മൂത്തു? സുലൈഖാക്ക്. സുലൈഖാക്ക് യൂസുഫ് നബിയോട് പ്രേമം മൂത്തു. വഹമ്മ ബിഹാ ലൗലാ അർറാ ബുർഹാന റബ്ബി, അല്ലാഹുവിൽ നിന്നുള്ള, രക്ഷിതാവിൽ നിന്നുള്ള പ്രമാണം യൂസുഫ് നബിയെ കാണിച്ചപ്പോ യൂസുഫ് നബിക്ക് സുലൈഖയോട് വികാരം വന്നില്ല. ഇവിടെ പറയുന്നത് യാക്കൂബ് നബി തുടങ്ങിയിട്ട് അങ്ങോട്ട് ഇലാ ഹളറത്തി, പ്രിയപ്പെട്ട പ്രവാചകന്മാരുടെ പിതാക്കന്മാരുടെ ആ രേഖ അവിടുന്ന്, നസബ അവിടുന്ന് കാണിച്ചു കൊടുത്തു എന്നാണ് സയ്യിദുനാ യൂസുഫ്. കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അതിങ്ങനെ ഓർമ്മപ്പെടുത്തിയപ്പോ യൂസുഫ് നബിക്ക് ആരോട് പ്രേമം വന്നില്ല? നിങ്ങൾ പറയാത്തെന്ത് ആരോട് പ്രേമം വന്നില്ല? കാരണം ഒരു സംഭവം നടക്കണമെങ്കിൽ രണ്ടാളും യോജിക്കണം. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ.
അവിടുന്ന് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രമാണം കണ്ടപ്പോ പ്രിയപ്പെട്ടവരെ തിരിഞ്ഞു കളഞ്ഞു. അഥവാ സുലൈഖയെ യൂസുഫ് നബി ഒന്നും ചെയ്തില്ല. യൂസുഫ് നബിയെ സുലൈഖയെ അവിടുന്ന് പിടിച്ചു വലിക്കുകയാണ്. ഖുർആൻ പറയുകയാ കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശാ. വൃത്തികെട്ട സ്വഭാവങ്ങൾ അവർക്ക് എത്താതിരിക്കാൻ അവരെ നാം തിരിച്ചു കളഞ്ഞുകൊണ്ടേയിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ. കാരണം നമ്മുടെ നിഷ്കളങ്കരായ അടിമകളിൽപ്പെട്ട ഒരാളാണ് യൂസുഫ്. അതുകൊണ്ട് യൂസുഫിന് ഇത്തരം വൃത്തികെട്ട പ്രവർത്തനം വരില്ല. പിന്നെയോ യൂസുഫ് നബിയും സുലൈഖയും മത്സരിച്ചോടി എവിടത്തേക്ക്? വാതിലിന്റെ അടുത്തേക്ക്, പൊട്ടിക്കിടന്ന വാതിലിന്റെ അടുത്തേക്ക് ഓടിയപ്പോ ഈ പറഞ്ഞതുപോലെ വാതിലങ്ങ് തുറന്ന ഉടനെ സുലൈഖ പോയിട്ട് ഒറ്റപ്പെടുത്തും. എവിടെ പിടിച്ചത്? പിറകി. കാരണം മുന്നിലോടുന്ന യൂസുഫ് നബിന്റെ എവിടെയാ പിടിക്കുക? പുറകിലാ പിടിക്കുക. ചിലപ്പോൾ മക്കള് കുസൃതി കാണിച്ച് ഓടുമ്പോൾ ഉമ്മമാരുടെ ഒരു പിടുത്തം പിടിക്കാൻ ചിലപ്പോൾ ധരിച്ച ഡ്രസ്സ് അടക്കം ഇങ്ങ് ഊരി വരും. അല്ലേ? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ചിലപ്പോൾ പാതിരാക്കൊക്കെ അല്ലെങ്കിൽ സ്വബൈക്കൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ പുതപ്പൊക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ ഓടി വരിക. ഇത് ഓർമ്മപ്പെടുന്ന എന്തിനാ? നമ്മുടെ അവസ്ഥ, നമ്മുടെ മനസ്സ് പല വഴികളിലേക്ക് പോവുക. പടച്ചോനെ നമ്മളെ നന്നാക്കണേ അല്ലാ. എന്താ വരാത്ത? നമ്മളെ നന്നാക്കണേ അല്ലാ. അവിടെ നിന്ന് സുലൈഖയെ അങ്ങ് പിടിച്ചപ്പോ കൊണ്ടവിടയാ യൂസുഫ് നബിയുടെ പിൻഭാഗമാണ് പിടിച്ചത്. എന്നിട്ടോ അവിടുന്ന് പിടിച്ച സമയത്ത് അപ്പോഴാണ് വാതിലിന്റെ അരികിലേക്ക് രണ്ടുപേരും കണ്ടുമുട്ടിയതാരെ? സുലൈഖയുടെ ഭർത്താവിനെ. സുലൈഖയുടെ ഭർത്താവിനെ കണ്ടപ്പോ ഇവിടെ ഒരു പരമരഹസ്യമുണ്ട്. ഇവിടെ പെട്ടെന്ന് തന്നെ സുലൈഖ അവിടുന്ന് ഭർത്താവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഉമ്മ, ഒരിക്കലും നമ്മൾ വഞ്ചിതനാകരുതേ. അഥവാ നമ്മുടെ ഭർത്താവിനെ വഞ്ചിച്ചിട്ട് വേറൊരാളെ നമ്മുടെ കിടപ്പറയിൽ പങ്കുവെക്കരുതേ. ഇനി അഥവാ അങ്ങനെ പങ്കുവെച്ചപ്പോ, ഹറാമ് ചെയ്തപ്പോ, ആ ഭർത്താവ് നിങ്ങളെ പിടികൂടപ്പെടുമ്പോ ഇത് ഇവൻ ചെയ്ത കെണിവനെയാണെന്ന് പറഞ്ഞ് തടിയൂരരുതേ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മളെ ഉമ്മമാർ അങ്ങനെയല്ല, പക്ഷെ ഓർമ്മപ്പെടുത്താണ്. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അരുതുമ്മ, അരുത്. യൂസുഫ് നബിയായി ഓർക്കേണ്ടത്. അവിടെ നിന്ന് അങ്ങോട്ട് ആ ഭർത്താവിനെ കണ്ടപാടെ സുലൈഖ പറഞ്ഞതെന്താ? ഇവിടെ എല്ലാവർക്കും അറിയാം ആരെ പിടിക്കാൻ ഓടിയതാണെന്ന്. പക്ഷെ സുലൈഖ ഭർത്താവിനോട് പറഞ്ഞത് ഖാലത് മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂഅൻ ഇല്ലാ അൻ യുസ്ജന ഔ അദാബുൻ അലീം. നിങ്ങളുടെ കുടുംബത്തെ വേദനിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നിട്ട് ആക്രമിച്ചവന് നിങ്ങൾ വേദനിക്കുന്ന ശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ അവനെ നിങ്ങൾ ജയിലിലടക്കണമെന്ന് സുലൈഖ പറയുകയാ. ആരോട്? ഭർത്താവിനോട്. ഇത് കേട്ടമാണ് യൂസുഫ് നബി എന്താ പറഞ്ഞതെന്നറിയോ? ഖാലഹിയ റാവദത്നി അൻ നഫ്സി. ഞാനല്ല അവരെ പിടികൂടാൻ വേണ്ടി കൈവശപ്പെടുത്തിയത്, അവരെന്നെ പിടിച്ചതാ, അവരെന്നെ വശത്താക്കിയതാ. വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ. അപ്പോഴാണ് അവരെ കുടുംബത്തിൽ നിന്നൊരു സാക്ഷിയെ കൊണ്ടുവന്നത്. എന്തേ സാക്ഷി പറഞ്ഞത്? ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ ഫസദഖത് വഹുവ മിനൽ കാദിബീൻ. യൂസുഫ് ധരിച്ച ഡ്രസ്സ് മുന്നിന്നാ കീറിയില്ലെങ്കിൽ ആര് സത്യം പറഞ്ഞു? നിങ്ങൾ പറയാത്ത ആര് സത്യം പറഞ്ഞു? സുലൈഖ സത്യം പറഞ്ഞു. ശ്രദ്ധിക്കണേ, ആര് കളവും പറഞ്ഞു? യൂസുഫ് കളവ് പറഞ്ഞു. എല്ലാരും ശ്രദ്ധിക്കുക, ചിന്ത മാറിപ്പോവാൻ പാടില്ല. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. മുന്നിന്നാ കീറിയതെങ്കില്, മുന്നിൽ നിന്ന് കീറിയതാണെങ്കിൽ സുലൈഖ സത്യം പറഞ്ഞു, യൂസുഫ് കളവ് പറഞ്ഞു. ഇനി വഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ, പിന്നിൽ നിന്നാണ് ധരിച്ച ഡ്രസ്സ് കീറിയതെങ്കിൽ ഫകദബത്, സുലൈഖ കളവ് പറഞ്ഞു. വഹുവ മിനസ് സ്വാദിഖീൻ, യൂസുഫ് സത്യവാനാണ്. ഉടനെ ആ പരിശോധനയ്ക്ക് വേണ്ടി വിധേയമാക്കുകയാണ്. അന്നേ ഉണ്ട് നിയമം, ഇങ്ങനെ അന്വേഷിക്കലും പിടിക്കലും ഒക്കെ ഒറ്റയടിക്ക് തീരുമാനം എടുക്കലല്ല, കാര്യം അന്വേഷിച്ചിട്ട് തീരുമാനം എടുക്കാം. അല്ലാഹു നന്നാക്കി തരട്ടെ. പിന്നെ പരിശോധന നടത്തിയപ്പോ ഖമീസ് കീറിയത് എവിടെയാണ്? പിന്നിലാണെന്ന് കണ്ടപ്പോ ഖാല, ഭർത്താവ് പറഞ്ഞു, ഇന്നഹു മിൻ കൈദികുന്ന,
സുലൈഖ, ഇത് നിന്റെ തന്ത്രം കൊണ്ട് വന്നതാണ്. ഇന്ന കൈദകുന്ന അലീം, നിങ്ങളെ തന്ത്രം വല്ലാത്തൊരു സാധനാണ് എന്ന് പറഞ്ഞു അവിടുന്ന് സുലൈഖയോട് ഭർത്താവ്. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഇവിടെ ഒരു മാതൃകയാണ്. ഏതെങ്കിലും വിധത്തിൽ സ്ത്രീകളോ അല്ലെങ്കിൽ ഗൾഫിലുള്ള അല്ലെങ്കിൽ വിദേശത്തുള്ള ഭർത്താക്കന്മാര് അവിടെ കഴിയുമ്പോ ഇവിടെ അവരുടെ ഭാര്യമാരെ സന്തോഷിപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് വൃത്തികെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, പടച്ചവനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എന്നാൽ ഇവിടെയൊക്കെ ഓർമ്മിക്കേണ്ടത് സാഹചര്യം. ഇവിടെ യൂസുഫ് നബിക്ക് സാഹചര്യം ഉണ്ടായിരുന്നു സുലൈഖയുമായി ബന്ധപ്പെടാൻ. പക്ഷേ യൂസുഫ് നബി അതിന് മുതിർന്നില്ലല്ലോ. അതിൽ നിന്ന് തെന്നിമാറി ചിന്തിച്ചതെന്താ? മആദല്ലാഹ്, അല്ലാഹുവേ ഇത് വലിയ ശിക്ഷയുടെ കാര്യമാണ്, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു കളഞ്ഞ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അടുത്തിടെയല്ലേ പ്രിയപ്പെട്ടവരെ, കൊച്ചിയിൽ മറയൻ ഡ്രൈവ് അല്ലെ, മറയൻ ഡ്രൈവ് എന്നല്ല പറയാ, മറയൻ ഡ്രൈവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 1 വർഷം കഴിഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ, അല്ലെങ്കിൽ 2 വർഷം. അവിടെ വെച്ചുകൊണ്ട് പരസ്യമായിട്ടുള്ള ചുംബന മത്സരം നടന്നല്ലോ അല്ലേ? ഇന്നത്തെ കാലം വളരെ ദയനീയ അവസ്ഥയാണ്. എന്നാൽ ആ ചുംബന മത്സരം കണ്ടിട്ട് ആ ചുംബന മത്സരത്തിൽ ഞാനും പങ്കെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സാഹചര്യം അതിന്റെ കൂടെ അനുഭവസ്ഥരാക്കിയിട്ട് മാറ്റിയ എത്രയെത്ര ആളുകളാണല്ലോ. ഒരിക്കലും അത്ര വൃത്തികേടിൽ നമ്മെ പെടുത്തല്ല അല്ലാ. എന്നാൽ അതിവിടെ നടക്കുമെന്ന് ആര് പ്രവചിച്ചിട്ടുണ്ട്? നബിയുന മുഹമ്മദ് മുസ്തഫ. ഞാൻ ആ ചുംബന മത്സരം പരസ്യം ചെയ്തല്ല, പിന്നെയോ അത് നടക്കുന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള പറഞ്ഞു വരിക. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉസ്താദെ അതല്ല അന്ന് കഴിഞ്ഞില്ലേ, ഇതെന്ന് കഴിഞ്ഞെന്നെ എടുത്തിട്ട് പറയുന്നത്. പക്ഷെ അത് പറയുന്നത് അത് നടക്കുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്. ആരാ നിവേദനം ചെയ്തത്? അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്ത ഹദീസ് അന്നഹു ഖാൽ, അബീ ഹുറൈറ തങ്ങൾ പറയാണ്, ഖാല റസൂലുള്ളാഹി, സലാത്ത് ഉറക്ക വരണം, ഖാല റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്, അൽഫമറ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതാ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ്, വളരെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിതത്തിനെ മാറ്റിവെക്കുന്ന പ്രിയപ്പെട്ടവരാണ്. അള്ളാഹു നമ്മെ ഏറ്റെടുക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ശരീരം ആരുടെ നിയന്ത്രണത്തിലാണോ അവനെ തന്നെയാണ് സത്യം. ലാ തഫ്നാ ഹാദിഹിൽ ഉമ്മത്തു ഹത്താ യഖൂമർ റജുലു ഇലൽ മർആ, ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിലേക്ക് നീങ്ങുന്നത് വരെ ഈ സമുദായത്തിന്റെ ഫിത്ന ഇങ്ങനെ ഇവിടെ നിലകൊള്ളുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ഫിത്ന ഏതുവരെ എത്തുമെന്നറിയോ? ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിലേക്ക് പോയിട്ട് ഫയഫ്തരിശഹ, അവൾക്ക് വേണ്ടി വിരിപ്പ് വിരിച്ചു കൊടുക്കുന്നതാണ്. എവിടെ? ഫിത്വരീഖ്, വഴിയിൽ വിരിപ്പ് വിരിക്കുന്നതാണ്. വഴിയിൽ കിടക്കുവാനോ ഇരിക്കുവാനോ ഒരുങ്ങുവാനോ ഉള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതാണ്. എന്നിട്ട് ഫയകൂനു ഖയാറുഹും യൗമൈദിൻ മൻ യഖൂൽ, അന്നത്തെ ദിവസം ഏറ്റവും നല്ല മനുഷ്യരാരാണെന്നറിയോ? അവരെ നോക്കിയിട്ട് പറയുന്നവരാണ്, ലൗ വാറൈതഹ വറാഅ ഹാദൽ ഹായിത്, ഈ കാണുന്ന മറയുടെ പിന്നിൽ ചെന്നിട്ട് ഇത് നിനക്ക് ചെയ്തുകൂടടാ, ഇത്ര പരസ്യമായിട്ട് ചെയ്യണോടാ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും അന്നുണ്ടെങ്കിൽ അവനാണ് അന്നത്തെ ഏറ്റവും വലിയവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്താ? സാഹചര്യത്തിന് അടിമപ്പെട്ടിട്ട് കാണുന്നവരൊക്കെ വികാരം കൊണ്ട് ആ ചുംബന മത്സരത്തിൽ ഏർപ്പെട്ടു പോകുമെന്ന്. അതിൽ നിന്ന് ആര് പിന്തിരിഞ്ഞു നിൽക്കുന്നു? ഇത് മറയുടെ പിന്നിൽ നിന്ന് ചെയ്യടാ എന്നാര് പറയുന്നു? അവനാണ് അന്നത്തെ മുഅ്മിനെന്ന് മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല നബി തങ്ങൾ വീണ്ടും പറയുകയാ, ഇന്ന് കാണുന്ന മറ്റൊന്നാണ് ആളുകളുടെ ഇടയിൽ പോയിട്ട് വിവാഹാഭ്യർത്ഥന പരസ്യമായിട്ട് നടത്തുക. അല്ലേ? വാർത്തകൾ പലതും കേൾക്കുന്നതാ, വായിക്കുന്നവരാ. അടുത്തിടെ കഴിഞ്ഞ റിയോ ഒളിമ്പിക്സ്, അതിൽ ഒരുപാട് വാർത്തകൾ വായിച്ചു. അവിടെ നിന്ന് മത്സരം കഴിഞ്ഞിട്ട് പൂച്ചെണ്ടുമായിട്ട് പോയിട്ട് നിന്നെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ എത്രയെത്ര സ്ഥലങ്ങളിൽ പരസ്യമായിട്ട്. എന്നാൽ ചില സ്ഥലങ്ങളിലോ വിവാഹാഭ്യർത്ഥന മാത്രമല്ല, അവിടുന്ന് തന്നെ ആളുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവിടുന്ന് പരസ്പര ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന രംഗങ്ങൾ വരെ നടക്കുകയാണ്. എന്നാൽ അതും ഇവിടെ നടക്കും. അത് നടക്കുമ്പോ അന്നത്തെ കാലത്ത് ഉമർ ആരാണെന്നറിയോ? അന്നത്തെ കാലത്തെ അബൂബക്കർ ആരാണെന്നറിയോ? പഠിപ്പിച്ചു തന്നിട്ടുണ്ട്
നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഹബീബ് പറയുകയാ, ലാ തഖൂമുസ്സാഅതു ഹത്താ തൂജദുൽ മർഅതു നഹാറാ. ഒരു പെണ്ണിനെ നിങ്ങൾക്ക് പകലെത്തിക്കാൻ കഴിയുന്നത് വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. ഏത് രൂപത്തിലാണ്? തൂഖഹു വസ്തരീഖ്, വഴിമധ്യേ വെച്ചവളുടെ നിക്കാഹ് നടത്തപ്പെടുകയാണ്. കല്യാണത്തിന്റെ ആ ഒരു ആലോചന നടക്കുകയാണ് വഴിമതി അരികെ വെച്ചിട്ട്. എന്നിട്ട് അവിടെ വെച്ച് തന്നെ വതുജാമഉ, അവരുടെ വികാരം അവർ അവിടെ വെച്ച് തന്നെ തീർക്കുന്നതാണ്. ലാ യുൻകിറു ദാലിക അഹദൻ, അത് കാണുന്നവരാരും നിഷേധിക്കുകയില്ല. അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഫയകൂനു അംസലുഹും യൗമൈദിൻ അല്ലദീ യഖൂൽ, അന്നത്തെ ഏറ്റവും നല്ലവനാരാണെന്നറിയോ? പറയുന്ന ഒരുത്തനാണ്. ലൗ നഹൈതഹാ അനിത്തരീഖ്, വഴിയെ വിട്ട് നിനക്കത് ചെയ്തുകൂടായിരുന്നോ? ഖലീലാ, അല്പം വഴി മാറി നിനക്കിത് ചെയ്തോ എന്നൊരാളെന്ന് പറഞ്ഞാൽ ഫദാലിക ഫീഹിം മിസ്ലു അബീ ബക്കറിൻ വ ഉമറ ഫീകും നബി മുഹമ്മദ് മുസ്തഫ. അബൂബക്കറും ഉമറും ഇങ്ങനെ പറയുന്നവരാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇന്ന് എന്തുകൊണ്ടാ അത് പറയാനും കഴിയുന്നില്ല? ഇങ്ങനെയുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് ആരാണ്? കൂടുതലായിട്ടും നിങ്ങൾ പറ, അവസരം ഒരുക്കി കൊടുക്കുന്നത് ആരാണ്? എന്താ നിങ്ങൾ പറയാത്ത? ആരാ ഒരുക്കി കൊടുക്കുന്നത്? സ്ത്രീകളിൽ പല വിഭാഗമാണ്. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അമ്മമാരെ കുറ്റപ്പെടുത്തല്ല, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇന്നത്തെ വേഷങ്ങളൊക്കെ എങ്ങനെയാണെന്നറിയോ? അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ വരട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഞങ്ങൾക്ക് രക്ഷപ്പെടുന്നു വേണ്ട, എന്തോ ആമീൻ വരാത്തത്? കണ്ണൂർ പോയിട്ട് എനിക്ക് പറയാൻ കഴിയണം, എൻ്റെ ഉടുമ്പന്നൂർ നിവാസികളൊക്കെ നല്ല ആമീനും സലാത്തൊക്കെ ചെല്ലുന്നവർ. അവന് വരട്ടെ, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നബി മുഹമ്മദ് മുസ്തഫ. എന്താ വസ്ത്രത്തിന്റെ വിശേഷം എങ്ങനെയാണെന്നറിയോ? ശ്രദ്ധിച്ചോ? കണ്ണിൽ കാണും പുത്തൻ വേഷം വാരിപ്പുണരും കാലം, അയ്യേ നിന്നെ കാണാൻ വയ്യേ പെണ്ണേ നിന്റെ ഒരു കോലം. നാണമില്ല നാരികൾ ഇന്നോര് ചുറ്റും കാലികൾ, നാളെ റബ്ബിൻ തീക്കനൽ കൊഞ്ചിക്കുടഞ്ഞവൾ പുഞ്ചിരിച്ചവൾ മുഞ്ചി കാട്ടി വിലസനെ. കണ്ണിൽ കാണും പുത്തൻ വേഷം വാരിപ്പുണരും കാലം, അയ്യേ നിന്നെ കാണാൻ വയ്യേ പെണ്ണേ നിന്റെ ഒരു കോലം. കാലിലണയും പൊൻതള തിന്നം കുലുക്കിടല്ലേ സോദരി, കാട്ടിടല്ലേ തലമുടി തട്ടം പിന്നു ചെയ്ത് വൈക്കടി. തോളിൽ ചുറ്റും ഷാളിന്റെ അറ്റം കൊണ്ടൊന്ന് തലയിൽ മൂടണേ. കാലത്തിനൊത്ത് കോലങ്ങൾ മാറ്റാൻ സോദരി നീയും തുണിയല്ലേ. ഒരു ദിനം ചിതൽ കുടീരം ഓർക്കുമോളെ നിൻ ശരീരം. ഖബറിലേക്കൊന്നണയും നേരം നിൽക്കും നിന്നുടെ കിന്നാരം. എൻ്റെ പെങ്ങളെ റബ്ബി യാ മന്നാൻ തുബ്തു യാ റഹ്മാൻ സാല ഐനൈനി ജിഅ്തു യാ സുബ്ഹാൻ ഫജ്ഹദി ലി ഖൈരി മൗതി ഉദ്കുരി ഫീ കുല്ലി വഖ്തി അക്ഫിരി മിൻ ദിക്രി മൗതി ഹാദിമിൽ ലല്ലാത്തി. കണ്ണിൽ കാണും പുത്തൻ വേഷം വാരിപ്പുണരും കാലം, അയ്യേ നിന്നെ കാണാൻ വയ്യേ പെണ്ണെ നിന്റെ ഒരു കോല. അല്ലാ, നമ്മുടെ സഹോദരിമാരെ ഈ രൂപത്തിൽ വൃത്തികേടായി പോകുന്നവരിൽ പെടുത്തല്ല അല്ലാ. ഇവിടെയാണ് ഓർക്കേണ്ടത്. മിസ്ർ എന്ന രാജ്യത്തൊരു മൈമൂനത്തുൽ മിസ്രിയ എന്ന മഹദിയുണ്ട്. ഉമ്മ ശ്രദ്ധിക്കണേ. ആ മഹദിയുടെ ഭർത്താവ് പെട്ടെന്ന് വിട പറഞ്ഞു പോവുകയാ. ഭർത്താവ് വിട പറഞ്ഞപ്പോ അജലായ പൊന്നു മക്കള് മാത്രമാണ് ബാക്കിയുള്ളത്. ആ മക്കൾക്ക് ഭക്ഷണത്തിന്റെ സാധനങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ട് അത് വാങ്ങി തിരിച്ചു വരുമ്പോ വഴിയിൽ വെച്ചൊരു ചെറുപ്പക്കാരൻ വിളിച്ചു ആ മഹദിയെ. കാണാൻ നല്ല സൗന്ദര്യവതിയാണ്, പക്ഷേ ഹിജാബ് അണിഞ്ഞിട്ടുണ്ട്, തട്ടമണിഞ്ഞിട്ടുണ്ട്, പർദ്ദ അണിഞ്ഞിട്ടുണ്ട്.
കണ്ടിട്ടുണ്ട്. തിരിച്ചു വരുമ്പം വഴിയിൽ വെച്ചൊരു ചെറുപ്പക്കാരൻ ശല്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അറിയാതെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ആ തിരിഞ്ഞു നോക്കിയ മഹദി അവിടെ നിന്ന് നടന്നിട്ട് പറയുകയാ, എടാ നിന്റെ ആവശ്യം തീർത്തു തരണോ, നീ എന്റെ കൂടെ വീട്ടിലേക്ക് വാ എന്ന് വിളിച്ചിട്ട് കൊണ്ടുപോവുകയാ. ശ്രദ്ധിക്കണേ ഉമ്മ, എന്റെ ചെറുപ്പക്കാരെ, ആ വീട്ടിൽ ആ പെണ്ണെത്തിയിട്ട് ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, നിനക്ക് എന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഏതൊരു വസ്തുവാണ് കാര്യമായിട്ട് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, നിങ്ങളുടെ കണ്ണെന്തൊരു രസമാ, ആ കണ്ണിന്റെ സ്റ്റൈൽ എന്തൊരു മഹത്വമാ, അതെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ മഹദി അവിടെ നിന്ന് വീട്ടിലേക്ക് കയറിയിട്ട് മൂർച്ചയേറിയ കത്തിയെടുത്തിട്ട് ഒരു പാത്രം എടുക്കുകയാ. ആ രണ്ട് കണ്ണും അവിടെ നിന്ന് ചൂടുന്നെടുത്തിട്ട് ആ പാത്രത്തിലെടുത്തിട്ട് അവന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറയുന്നു, എടാ എന്റെ കാരണത്താൽ നിന്നെ ഹറാമിന് വേണ്ടി ആകർഷിപ്പിച്ചെങ്കില് ആ ആകർഷണത്തിലേക്ക് നിന്നെ കൊണ്ടുപോയ കണ്ണെനിക്ക് വേണ്ട, ഇന്നു മുതൽ നീ നന്നാകൂ എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരനെ അങ്ങ് ഇറക്കി വിടുമ്പോ ആ പൊന്നുമോന് പൊട്ടിക്കരഞ്ഞിട്ട് അന്നത്തെ പാതിരാ സമയത്ത് തന്നെ ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിലേക്ക് ലയിച്ചുകൊണ്ടല്ല, എന്റെ കാരണത്താൽ ഒരാളുടെ കണ്ണ് നഷ്ടപ്പെട്ടു, അത് ഞാനൊരു ഹറാമിന് വേണ്ടി പ്രേരിപ്പിച്ചപ്പോ ജീവിതത്തിൽ ഒരു ഹറാമും ചെയ്യാത്തൊരു പെണ്ണല്ലേ, അവളെപ്പോലെ എനിക്കുമാകാൻ കഴിയുമോ, പൊറുക്കണേ അല്ലോ എന്ന് പറഞ്ഞിട്ടങ്ങ് കരഞ്ഞപ്പോ അല്ലാഹു അവരെ തൗബ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അങ്ങ് മടങ്ങുക. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. പശ്ചാത്താപം അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നതാണ്. അപ്പൊ സാഹചര്യം, ആ മൈമുനത്തുൽ മിസ്രിയ ബീവിക്ക് സാഹചര്യം എന്തിനു വേണ്ടി തയ്യാറെടുക്കായിരുന്നു? ആ ചെറുപ്പക്കാരനെ വീട്ടിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യാ, വികാരം തീർക്കാ. പക്ഷേ അവിടെ നിന്ന് പിന്തിരിഞ്ഞു. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ ഒരു മനുഷ്യനെ താളം തെറ്റിക്കുന്ന, ആ ചെറുപ്പക്കാരനെ ജീവിതം തെറ്റിക്കുന്ന ഒന്ന് നിങ്ങൾ പറയാത്തത് സാഹചര്യം, അത് നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം, തിന്മയ്ക്കാവരുത്.